തൃപ്പൂണിത്തുറ ഉദയംപേരൂർ കണ്ടനാട് ഗവൺമെന്റ് JBS സ്കൂളിന്റെ അങ്കണവാടി കെട്ടിടം തകർന്ന അപകടം. കുട്ടികൾ എത്തുന്നതിന് മുൻപായതിനാൽ വൻ അപകടമാണ് തലനാരിഴയ്ക്ക് ഒഴിവായത്. കാലപ്പഴക്കമുള്ള കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടത്താൻ നിരവധി തവണ പരാതി നൽകിയിട്ടും ഉദയംപേരൂർ പഞ്ചായത്ത് തിരിഞ്ഞു നോക്കിയില്ലെന്നും ആക്ഷേപം. ഇന്ന് രാവിലെ 9:30 കണ്ടനാട് ഗവൺമെന്റ് JBS സ്കൂളിലെ അങ്കണവാടി കെട്ടിടത്തിന്റെ മേൽക്കൂര നിലംപൊത്തിയത്. കുട്ടികൾ എത്തുന്നതിന് മുൻപായതിനാൽ വൻ അപകടം ഒഴിവായി. അങ്കണവാടിയിലെ ആയ ലിസി സേവ്യർ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. അവിടെ തുറന്നു അവിടെ അടിച്ച് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ക്ലീൻ ചെയ്തപ്പോൾ ഇവിടുത്തെ ടീച്ചർ അവിടെ എൻ്റെ അടുത്ത് വന്നായിരുന്നു. ഞാൻ എന്നെ എടുക്കാം ചേച്ചി അവിടെ എന്നാ എടുക്കുമെന്ന് ചോദിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ ഞാൻ അടിയെല്ലാം ഞാൻ വരാന്തയിലേക്ക് ഇറങ്ങി വരാന്ത അടിക്കാൻ നോക്കുമ്പോഴത്തേനാണ് പെട്ടെന്ന് സൗണ്ട് കേട്ട് നിലം പൊത്തുന്നത്. എൻ്റെ മക്കളൊന്നും വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അന്നേരം നേരം പോത്തി ഞാൻ പിന്നെ അവിടെ നിന്ന് എടുത്ത് ചാടി. അതിക്ക് മുമ്പ് ഇവിടുത്തെ ഒരു പകുതി സീലിംഗ് ഇതുപോലെ എൻ്റെ മേത്ത് വീണതാണ് ഒരു പ്രാവശ്യം കിച്ചണിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും. അപ്പോൾ കുഞ്ഞുങ്ങളെ എത്താൻ എന്തോ ദൈവത്തിന് ഒരു വലിയ കൃപ കൊണ്ടാണ് അത് അത്ര അങ്ങനെ തേച്ച് മഞ്ഞങ്ങ് പോയെന്ന് പറയാം. 100 വർഷത്തിലേറെ പഴക്കം ചെന്ന കെട്ടിടത്തിലാണ് അങ്കണവാടി പ്രവർത്തിച്ചിരുന്നത്. അങ്കണവാടിയിലെ ആയ അടിച്ചുവാർന്നതിനിടെ വലിയ ശബ്ദം കേട്ട് പുറത്തേക്ക് ഇറങ്ങി ഓടുകയായിരുന്നു. കെട്ടിടത്തിന്റെ ശോചനീയാവസ്ഥ സംബന്ധിച്ച് നിരവധി പരാതികൾ നൽകിയിട്ടും പഞ്ചായത്തോ സർക്കാരോ തിരിഞ്ഞു നോക്കിയില്ലെന്നും ആക്ഷേപം. എല്ലാവരും അറിയിക്കട്ടതൊക്കെ എല്ലാ പ്രാവശ്യവും പരാതി ഇഷ്ടം പോലെ കൊടുത്തത്. ആരും തിരിഞ്ഞു നോക്കാൻ വരാറില്ല. ഞങ്ങൾ പറയുമ്പോഴത്തേക്കും ഞങ്ങളോട് ഷീറ്റ് വലിച്ചേട്ടാനൊക്കെ പറഞ്ഞത്. മഴ വെള്ളം വീഴുന്ന പറഞ്ഞപ്പോഴത്തേക്കും ഷീറ്റ് വലിച്ചേട്ടെന്നൊക്കെ ഞങ്ങളോട് പറഞ്ഞിരുന്നു. അങ്കണവാടിക്ക് പുറമെ സ്കൂൾ കുട്ടികൾക്ക് ഉച്ചഭക്ഷണം നൽകുന്നതും തെരഞ്ഞെടുപ്പ് സമയത്ത് ബൂത്തുകൾ പ്രവർത്തിക്കുന്നതും തകർന്നു വീണ ഈ കെട്ടിടത്തിലായിരുന്നു. ആസ്തി വികസന ഫണ്ടിൽ നിന്നും പുതിയ അങ്കണവാടി കെട്ടിടത്തിനുള്ള പണം അനുവദിക്കുമെന്ന് സ്ഥലം സന്ദർശിച്ച MLA K. ബാബു പറഞ്ഞു. ജനം, കൊച്ചി.